ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്നില്ലേ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് തൊട്ടിട്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയൊരു തെറ്റ് നിങ്ങൾക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എനിക്ക് പറ്റിയ ഒരു അബദ്ധം അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി അത് ഇനി വരുന്നവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഫ്രണ്ട്സിന് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. തുടക്കത്തിലൊക്കെ എൻ്റെ വീഡിയോസിന് നല്ല വ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ലൈക്കും വ്യൂസും കമൻസും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ വന്നപ്പോഴത്തേനും അതങ്ങ് ഡൗൺ ആയി, ഒട്ടും വ്യൂസ് ഇല്ലാതെയായി. അപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. നമ്മൾ ഈ ഷോർട്സിൻ്റെ ലിങ്കൊക്കെ നമ്മളെ ഫ്രണ്ട്സിന് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക് ചിലപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അവരതൊന്ന് ഓപ്പൺ ചെയ്യുമായിരിക്കും. ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇറങ്ങും. ആ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇറങ്ങുമ്പോഴത്തേന് ഇപ്പം നമ്മൾ 10 ഫ്രണ്ട്സിന് അയച്ചെന്ന് വെച്ചു, അതിൽ ഒരാൾ മാത്രമായിരിക്കും ആ ഷോർട്സ് ആയാലും വീഡിയോ ആയാലും ഫുള്ള് കാണുന്നത്. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് തിരിച്ചിറങ്ങുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ യൂട്യൂബ് മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിട്ട വീഡിയോയിൽ വ്യൂവേഴ്സിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ് ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ യൂട്യൂബ് നമ്മളെ റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെ യൂട്യൂബ് നമ്മളെ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വ്യൂസ് കുറയും. വ്യൂസ് കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കൂടില്ല. അതുകൊണ്ട് നമ്മൾ നല്ല നല്ല ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടിക്കോളും. അപ്പം ഞാൻ ഇതേക്കുറിച്ചൊക്കെ പറയാറായോ എന്ന് ചോദിച്ചാൽ ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും ഉണ്ടായത് പുതിയതായിട്ട് വരുന്നവർക്ക് ഇനി ഉണ്ടാവരുത് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തുടക്കക്കാരായ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. അല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തിന് വ്യൂസും നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.